നമസ്കാരം. കേരളത്തിലെ റേഷൻ കാർഡ് ഉപഭോക്താക്കൾക്ക്, പ്രത്യേകിച്ച് BPL കാർഡിനായി കാത്തിരിക്കുന്നവർക്കും നിലവിൽ BPL ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. BPL കാർഡിൻ്റെ അർഹതാ മാനദണ്ഡങ്ങളിൽ സർക്കാർ വലിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ കർശനമായ ചില നിബന്ധനകൾ കാരണം അർഹരായ പലർക്കും BPL കാർഡുകൾ ലഭിക്കുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. എന്നാൽ ഈ മാനദണ്ഡങ്ങളിൽ ഇളവുകൾ വരുത്തിക്കൊണ്ട് കൂടുതൽ കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. പ്രധാനമായും വീടിൻ്റെ വിസ്തീർണം, വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം, ഭൂമി എന്നിവയിലാണ് ഈ മാറ്റങ്ങൾ വരാൻ സാധ്യത. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. വീടിൻ്റെ വിസ്തീർണം. ആദ്യത്തെ പ്രധാന മാറ്റം വീടിൻ്റെ വിസ്തീർണവുമായി ബന്ധപ്പെട്ടതാണ്. നിലവിലെ നിയമപ്രകാരം ഒരു നിശ്ചിത സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീടുള്ളവർക്ക് BPL ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പലർക്കും കാർഡുകൾ നഷ്ടപ്പെടാൻ ഇതാണ് കാരണം. എന്നാൽ പുതിയ ചർച്ചകൾ പ്രകാരം ഈ പരിധി 1200 മുതൽ 1300 സ്ക്വയർ ഫീറ്റ് വരെ ഉയർത്താൻ സർക്കാർ ആലോചിക്കുന്നതായാണ് വിവരം. അതായത് ഈ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന സാധാരണക്കാരായ കുടുംബങ്ങൾക്കും ഇനി മുതൽ BPL കാർഡിന് അർഹതയുണ്ടായേക്കും. രണ്ടാമത്തെയും ഏറ്റവും വലിയതുമായ ആശ്വാസ വാർത്ത കാർ ഉടമകൾക്കുള്ളതാണ്. സ്വന്തമായ ഒരു ചെറിയ കാറുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം പലരുടെയും BPL കാർഡുകൾ APL വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇനി മുതൽ ചെറിയ കാറുകൾ ഉള്ളതുകൊണ്ട് മാത്രം BPL അർഹത നഷ്ടപ്പെടുന്നില്ല. 1000 cc-യിൽ താഴെ എഞ്ചിൻ ശേഷിയുള്ള ചെറിയ കാറുകളുള്ള കുടുംബങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും മറ്റുമായി സാധാരണക്കാർ വാങ്ങുന്ന ചെറിയ വണ്ടികളെ ഇതിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യമാണ് സർക്കാർ പരിഗണിക്കുന്നത്. ഭൂമിയുടെ നിബന്ധനകൾ. മൂന്നാമത്തെ മാറ്റം കൈവശമുള്ള ഭൂമിയുടെ കാര്യത്തിലാണ്. നിലവിൽ കൈവശം നിശ്ചിത സെന്റിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ BPL ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടും. എന്നാൽ ആ ഭൂമി കൃഷിക്ക് അനുയോജ്യമല്ലാത്തതോ പാറപ്രദേശങ്ങളോ അല്ലെങ്കിൽ യാതൊരു വരുമാനവും ലഭിക്കാത്ത ഉപയോഗശൂന്യമായതോ ആയ ഭൂമിയാണെങ്കിൽ എന്തു ചെയ്യും? ഇവിടെയാണ് സർക്കാർ പ്രത്യേക ഇളവുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഉപയോഗശൂന്യമായ ഭൂമിയുള്ളവർക്ക് അർഹത നിർണ്ണയിക്കുമ്പോൾ പ്രത്യേക ഇളവുകൾ നൽകാൻ സാധ്യതയുണ്ട്. ഭൂമിയുടെ അളവ് മാത്രമല്ല, അതിൽ നിന്നുള്ള വരുമാനം കൂടി കണക്കിലെടുക്കാനാണ് നീക്കം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിലൊന്നും നിലവിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള നിയമങ്ങളല്ല. സർക്കാർ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയാൽ മാത്രമേ ഈ മാനദണ്ഡങ്ങൾക്ക് നിയമസാധുത ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ മാത്രം വിശ്വസിച്ച് ആരും പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ നിങ്ങളുടെ നിലവിലുള്ള റേഷൻ കാർഡും മറ്റ് വരുമാന സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെയുള്ള രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക. സർക്കാർ ഉത്തരവ് വരുന്ന മുറയ്ക്ക് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും റേഷൻ കാർഡ് മാറ്റാൻ ആഗ്രഹിക്കുന്നവരിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.